ഗുഡ് മോർണിംഗ് ഓൾ. നെക്സ്റ്റ് വീക്ക് നിങ്ങൾ എല്ലാവരും കാറ്ററ്റ് എക്സാം എഴുതാൻ പോവുകയാണ്. കാറ്റഗറി 3 ബി എഡ് കോഴ്സ് ചെയ്യുന്നവർക്കും ബി എഡ് ക്വാളിഫൈ ചെയ്തവർക്കും എഴുതാൻ പറ്റുന്ന എക്സാമാണ് കാറ്റഗറി 3 എന്നുള്ളത് കാറ്ററ്റിൽ. കാറ്റഗറി 3 പേപ്പർ 3 അഡോളസെന്റ് സൈക്കോളജി എന്നുള്ള ചില പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 40 മാർക്സിനാണ് സാധാരണഗതിയിൽ അഡോളസെന്റ് സൈക്കോളജി പാർട്ടിൽ നിന്നും ടീച്ചിങ് അഡോളസെന്റ് സൈക്കോളജി പാർട്ടിൽ നിന്നും വരാറുള്ളത്. Then we are going to some previous questions. First one, remedial teaching precedes. Remedial teaching ന്റെ മുമ്പ് നടത്തുന്ന ടെസ്റ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഫോർമാറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, CC. റൈറ്റ് ആൻസർ വളരെ സിമ്പിൾ ആണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. കാരണം സാധാരണഗതിയിൽ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞ് കുട്ടികളുടെ ഇഷ്യൂ എന്താണ് എന്ന് ഡയഗ്നോസ് ചെയ്ത ശേഷം തിരിച്ചറിഞ്ഞ ശേഷമാണ് റെമഡിയൽ ടീച്ചിങ്, പരിഹാരം ആയിട്ടുള്ള ടീച്ചിങ് നമ്മൾ കൊടുക്കാറുണ്ട്. സോ ആൻസർ ഈസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് റൈറ്റ് ആൻസർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ സ്പൈറൽ കരിക്കുലം ഈസ് അസോസിയേറ്റഡ് വിത്ത്. സ്പൈറൽ കരിക്കുലം ഈസ് അസോസിയേറ്റഡ് വിത്ത് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിയാഷെ, ബ്രൂണർ, സ്കിന്നർ, പാവ്ലോ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബ്രൂണർ. Then third question, the law of organization is the key factor of learning is by. Law of organization key factor of learning എന്നുള്ള ആശയം എന്ന ലോ ഓഫ് ഓർഗനൈസേഷൻ ആരാണ്, ഏത് തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ആശയമാണ് എന്നുള്ളതാണ് ചോദ്യം. കൺസ്ട്രക്റ്റിവിസം, ജസ്റ്റാൾട്ട് തിയറി, കണക്ഷനിസം, അസോസിയേഷനിസം. ഓപ്ഷനിൽ 4 ഓപ്ഷൻസ് ഇതൊക്കെയാണ്. റൈറ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി, ജസ്റ്റാൾട്ട് തിയറിയാണ്. Then which stage of creativity is characterized by aha moment? ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ആഹാ മൊമെന്റ് എന്നറിയപ്പെടുന്ന എന്ന വിശേഷണമുള്ള സ്റ്റേജ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ഇലൂമിനേഷൻ. ഇലൂമിനേഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. എ ചൈൽഡ്സ് അൺകൺട്രോളബിൾ ആൻഡ് ഇറാഷണൽ ഫിയർ ഓഫ് സീയിങ് എ കാറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ. ഒരു കുട്ടിയുടെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ യുക്തിക്ക് നിരക്ക് യുക്തി ബന്ധമില്ലാത്ത ഒരു പേടി ഒരു കാറ്റിനെ കാണുമ്പോൾ തന്നെ ഒരു കുട്ടി ആകെ ഫിയർഡ് ആവുന്നു. അൺകൺട്രോളബിൾ ആണ്, ആ ഫിയർ ഇറാഷണൽ ആണ്. ഇത് ഏത് തിയറിയാണ് ഇത്തരം ഫിയേഴ്സ്, ഇത്തരം കാര്യങ്ങളെ വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സോഷ്യൽ ലേണിംഗ്, ബി ഓപ്പറന്റ് കണ്ടീഷനിങ്, സി ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഡി നൺ ഓഫ് ദ അബവ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, creating a computer program to explain the formula earthquake is an example of dash. Training, workshop, simulation, instruction. Training, workshop, simulation, instruction. Right answer option C, simulation. And next question, integration of assessment and learning occurs in. Integration of assessment and learning occurs in dash assessment. Diagnostic assessment, formative assessment, summative assessment, self-assessment. Right answer option B, formative assessment ആണ്. Because during the process of teaching നടക്കുന്ന ഒരു അസസ്മെന്റ് ആണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്നുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Then a student works hard in school to get a bicycle offered by his father for his good grades is an example of. നല്ലൊരു ഗ്രേഡ് വാങ്ങിയാൽ, എക്സാമിന് നല്ല പെർഫോം ചെയ്താൽ ബൈസിക്കിൾ വാങ്ങുന്ന ഫാദറിന്റെ ഓഫറിന് വേണ്ടി വർക്ക് നല്ലവണ്ണം പഠിക്കുന്ന കുട്ടി എന്നുള്ളത് എന്ത് ഇതിനുള്ള എക്സാമ്പിൾ ആണ് എന്നുള്ളത്. ഓപ്ഷൻ എ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ബി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, സി പണിഷ്മെന്റ്, ഡി എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നുള്ള ഒരു ആന്തരികമായിട്ടുള്ള മോട്ടിവേഷൻ ആണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന്റെ എക്സാമ്പിൾ നമ്മൾ സാധാരണ പറയാറുള്ളത്, ഒരു വർക്ക് ചെയ്തു വന്നിട്ടില്ലെങ്കിൽ, ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ PT പീരീഡ് തരില്ല, അല്ലെങ്കിൽ കളിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന്റെ എക്സാമ്പിൾ ആണ്. പണിഷ്മെന്റ്, ദെൻ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇവിടെ ഫാദർ എന്നുള്ളത് ഔട്ട്സൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടിയുടെ പുറത്തുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഒരു ബാഹ്യ പ്രചോദനമാണ്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ് റൈറ്റ് ആൻസർ.
Then next answer question. Learning happens through the meaningful integration between new and previously studied material is the principle of dash. Brunner, Oswell, Thorndike, Piaget. ഇവിടെ മീനിങ്ഫുൾ എന്നുള്ള വേർഡ് കണ്ടതുകൊണ്ട് തന്നെ അതിൽ ഓസ്വെല്ലിലേക്കുള്ള കീവേഡ് ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഓസ്വെൽ എന്നുള്ളതാണ്. Next question. A slow learner has dash intelligence. Average intelligence, below average intelligence, above average intelligence, high intelligence. വളരെ സിമ്പിൾ ആണ്. Below average intelligence. Option B ആണ് right answer. Next question. The role of a teacher in a constructive classroom is dash. Instructor, moderator, facilitator, trainer. Facilitator. Option C. Right answer. Option C ആണ്. Next question. Next one. Learning requires through practice and reward is the principle of whom principle. ആരുടെ പ്രിൻസിപ്പിൾ ആണ് ലേണിംഗ് റിക്വസ്റ്റ് ത്രൂ പ്രാക്ടീസ് ആൻഡ് റിവാർഡ് എന്നുള്ളത്? തൊണ്ടയ്ക്ക്, സ്കിന്നർ, ബ്രൂണർ, ബഞ്ചൂര. ഓപ്ഷൻ എ തൊണ്ടയ്ക്കാണ് റൈറ്റ് ആൻസർ. Then according to KCF 2007, English language learning could be started in dash standard. Preschool, standard 1, standard 2, standard 3. Right answer. Option B, standard 1. Okay. Thank you for listening.